എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അടുക്കളയിലെ രഹസ്യം എന്ന ചാനലിലേക്ക് സ്വാഗതം. രാവിലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് ഉലർത്ത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിന്ന് ബീഫ് ഉലർത്താൻ എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം. അപ്പോൾ അത് നോക്കി, ഒരു 1/4 കിലോ കൊച്ചുള്ളി നെടുകെ മുറിച്ചത്, ഒരു 3 മീഡിയം സൈസ് സവാള, ചെറുതാണ്, വലിയ വലിപ്പമില്ലാത്ത സവാള കനം കുറച്ചരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കീറിയത്, ഒരു പഴുത്ത സവാള ചെറുതായി ചീകി അരിഞ്ഞെടുത്തത്, പിന്നെ തേങ്ങാക്കൊത്തിന് വേണ്ടി തേങ്ങ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നു, 1 കിലോ ബീഫ്, 2 തണ്ട് കറിവേപ്പില. ബീഫ് വേവിക്കാൻ ആവശ്യമുള്ള മസാലകൾ ഇനി ചേർത്ത് കൊടുക്കാം. 3 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 സ്പൂണ് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയൊരു സ്പൂൺ. ഇനി നമുക്കിത് ചെയ്ത് കൊടുക്കേണ്ടത്, ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിലെ വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങും, അത് മതി ഇത് വെന്ത് വരാനായിട്ട്. ഇതധികം കട്ടി കുറഞ്ഞ ബീഫാണ്, ഇളപ്പം ബീഫാണ്, കുറച്ച് നെയ്യുടെ മയവും കൂടുതലായിട്ടുണ്ട്. അപ്പം എല്ലാം ഇളക്കി നന്നായി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ബീഫ് വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു 5 വിസിൽ വേണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാം. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ തേങ്ങാക്കൊത്ത് ആദ്യം മൂപ്പിച്ചെടുക്കാൻ പോവാണേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് അതിലേക്കിട്ടു നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. തേങ്ങാക്കൊത്ത് നമ്മൾ കോരി മാറ്റി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ കടുക് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകവും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഷ്ണിച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ആദ്യം ചേർക്കാം. കൊച്ചുള്ളി എണ്ണയിൽ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അടുത്ത് തന്നെ സവാളയും ചേർത്ത് കൊടുക്കാം. ഉള്ളിയിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാം, ഉള്ളി ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ അടപ്പ് നീക്കി തക്കാളി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉള്ളി ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഈ വഴന്ന ഉള്ളിയിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി മുഴുവനോടെ അതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കും. കൂട്ടുകാരെ, നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 6 വിസിലാണ് ഇത് വേവിച്ചെടുത്തത്. തുടക്കക്കാർക്ക് ഒരു പകുതി വിസിലാകുമ്പോഴേക്കും വെയിറ്റ് മാറ്റിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ എളുപ്പമാണെന്നുണ്ടെങ്കിൽ വെന്തുടഞ്ഞു പോകും. ഞാൻ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേവാൻ കുറച്ചും കൂടെ വിസിൽ വേണമായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തം ഒരു 6 വിസിലിൽ ഇത് വേവിച്ചെടുത്തു. നമ്മുടെ ബീഫിനകത്ത് അരപ്പൊക്കെ പിടിച്ച് നല്ല കൃത്യമായിട്ട് വെന്തിരിപ്പുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ വഴന്നു വരുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക്
നമ്മുടെ ഉള്ളി എന്തായിന്ന് നോക്കാം. കണ്ടോ, നന്നായി വഴന്ന് തക്കാളിയുടെ ഒക്കെ വെള്ളമയോ ആവിയൊക്കെ കൊണ്ട് ഉള്ളി നന്നായിട്ട് വെന്തലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതാ കൂട്ടുകാരെ, ഇത് കണ്ടോ, നമ്മുടെ ബീഫ് ഉള്ളിയൊക്കെ ചേർന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തു. ഒരിത്തിരി വെള്ളം കൂടെ നമുക്ക് ആ കുക്കറിനകത്ത് അരപ്പ് കഴുകി ഒഴിച്ചു കൊടുക്കാം. ബീഫ് ആ വെള്ളവും കൂടെ ചേർന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സാധനം നമ്മൾ ഇതുവരെ ഇടാതെ വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളക്. ഓർമ്മയുണ്ടോ? ആ പച്ചമുളക് നേരത്തെ ഇടാത്തതിൻ്റെ കാരണം ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്, കുരുമുളകും ഒക്കെ. ഇത് ആ ഒരു ഭംഗിക്ക് വേണ്ടിയും ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് അവസാനം ഈ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായി ഇളക്കി തേങ്ങാക്കൊത്തൊക്കെ അതിനകത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ബീഫ് വരട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ബീഫ് ഉലർത്താണ് നമ്മുടെ ഐറ്റം. അപ്പം ഈ വെള്ളമയം ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ അവസാനത്തെ പ്രോസസ്സ്. അപ്പം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇൻ ബിറ്റ്വീൻ ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ. അങ്ങനെ കൂട്ടുകാരെ, ഇതാ നമ്മുടെ അതിരുചികരമായ ബീഫ് ഉലർത്ത് തയ്യാറായി കഴിഞ്ഞു. അരപ്പൊക്കെ അല്പം കൂടെ ഇരുന്ന് കഴിയുമ്പോൾ, ചൂടത്തിരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആകും. നമുക്കിത് ഗ്രേവി ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ വരട്ടിയതിന് ശേഷം അല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ ഇത് നമുക്കൊരിച്ചിരി ഗ്രേവിയാക്കി കപ്പ വേവിച്ചതിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. ഇതിപ്പം ശരിക്കും വരട്ടിയതുപോലെ തന്നെയാണ്, ഒന്നൊന്നേ തൊടാതെ കിടക്കുന്നു. ഒരല്പം കൂടെ ഈ ചൂടത്തിരുന്ന് കഴിയുമ്പോൾ ഇനിയും ഡ്രൈ ആകും. അപ്പോൾ നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ഉലർത്തിയത് തയ്യാറായി കഴിഞ്ഞു. ഞാനൊരല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഗാർണിഷ് ചെയ്തു. നിങ്ങളുടെ സമയം പോലെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അല്പം കൂടി നീട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കണ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.